Hello and welcome back to my channel Hannah's Book of Joy. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഒരു ബീറ്ററിൻ്റെ റിവ്യൂ ആണ്. BMS സൂപ്പർ ഹാൻഡ് മിക്സർ. ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് വാങ്ങണം താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. സോ ഇതിങ്ങനത്തെ ഒരു പാക്കേജിലാണ് വരുന്നത്, ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ മോഡൽ, പിന്നെ പേര്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. സൈഡിലായിട്ട് ഇതിൽ ബെനിഫിറ്റ്സ് ഒക്കെ എഴുതുന്നുണ്ട്. 7 സ്പീഡ് കൺട്രോൾ നമുക്കിതിൽ കിട്ടും. അതുപോലെ തന്നെ 4 അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഡവിനും പിന്നെ അതുപോലെ തന്നെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള രണ്ട് പെയർ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫുൾ പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ബീറ്ററും അതുപോലെ തന്നെ ബാക്കിയുള്ള 4 അറ്റാച്ച്മെൻറ്റ്സും ഇങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ കവർ ചെയ്തിട്ടാണ് വരുന്നത്. സോ ആദ്യം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ആണ്. അതുപോലെ ഒരു തിൻ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഇനി അതിൻ്റെ അകത്താണ് നമ്മുടെ ബീറ്റർ ഇരിക്കുന്നത്. വളരെ സേഫായിട്ട് ഒരു ഒത്തിരി സേഫെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ എങ്കിൽ പോലും ബീറ്ററിന് ഇതിൻ്റെ സേഫ്റ്റിയുടെ ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. സോ അതൊരു തിൻ പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞാണ് വരുന്നത്. ബബിൾ റാപ്പ് ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തിൻ റാപ്പ് നമ്മൾ തുറക്കുമ്പോൾ എങ്ങനെയാണ് അതിന് മുൻപ് ഇതിൻ്റെ കൂടെ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നൊക്കെ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ പുതുതായിട്ടൊരു മെഷീൻ വാങ്ങിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസും കൂടെ ഉണ്ടെങ്കിൽ ബെറ്റർ ആണെന്ന് തോന്നി എനിക്ക്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ ബീറ്റർ. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, സ്വിച്ച് ഉണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 7 ടൈപ്പ് ഉണ്ട്, നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 7 സ്പീഡാണിത്. പിന്നെ ഇത് അറ്റാച്ച് ചെയ്യേണ്ട, നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് കൊടുക്കേണ്ട ഹോൾസ് ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു വയറും വരുന്നുണ്ട്. വയറൊക്കെ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്, നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബേസിക്കലി നമ്മൾ ആ 2 അറ്റാച്ച്മെൻറ്റ്സ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇതാണത്. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പ് തുറക്കുമ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. സത്യം പറയുന്നത് വളരെ ചെറുതാണ്, നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഒത്തിരി വലുതൊന്നുമല്ല. ബിഗിനേഴ്സിനൊക്കെ നല്ലതാണ്, പക്ഷെ ഞാനിതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. സോ കീപ്പ് ഓൺ വാച്ചിങ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബീറ്ററിൻ്റെ ആണ് നമ്മൾ ആദ്യം ഇപ്പോൾ കാണിച്ചത്. ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത്. ഞാൻ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കി നോക്കില്ല, അതിൻ്റെ ഡവൊന്നും പ്രിപ്പയർ ചെയ്യാൻ നോക്കിയില്ല ഇത് യൂസ് ചെയ്തിട്ട്. സോ ഞാൻ ബേസിക്കലി ഇതിൻ്റെ മറ്റേ ബീറ്റിംഗ് പാർട്ട് എങ്ങനെയാണെന്നായിരിക്കും പറയുന്നത്. ഇതാണ് ടോട്ടൽ നമ്മുടെ പ്രോഡക്റ്റ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ നോക്കാൻ പോവാണ്. സോ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള ഒരു നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടല്ലോ, അത് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഒരു ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നിയത്, ഇത് പെട്ടെന്ന് ചൂടാവും. നമ്മളൊരു 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ചൂടാവും. സോ അതിനൊരു ഡിഫക്റ്റാണ്. പക്ഷേ ബിഗിനേഴ്സിന് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ബീറ്റർ നോക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്, കുഴപ്പമില്ല. പക്ഷേ ഐ ഷുഡ് സേ ദിസ്, അത് ചൂടാവുന്നുണ്ട് അതിൻ്റെ മെഷീൻ. പിന്നെ സൗണ്ടും ഉണ്ട്. ഇപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റാത്തതാണ്, സൗണ്ട് ഓഫ് ആക്കിയിരിക്കുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട് ഇതിന്. ബട്ട് ഇറ്റ്സ് ഒരു ഓക്കെ പ്രോഡക്റ്റാണ്. നമ്മൾ 2 to 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് ഒക്കെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചൂടാവുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് ഡെക്കറേറ്ററിൻ്റെ ഒരു പൈപ്പിംഗ് സെറ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണ് വരുന്നത്. ഇതിന് കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോക്സാണ്, മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലാസ്റ്റിക് കാർട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്നത് ഈ പൈപ്പിംഗ് ബാഗാണ്. ഇത് ആക്ച്വലി റീയൂസബിൾ പൈപ്പിംഗ് ബാഗാണ്, സിംഗിൾ യൂസ് അല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്രീമൊക്കെ നിറച്ചത് ഉപയോഗിച്ചതിന് ശേഷം കഴുകിയിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. സോ ഇത് റീയൂസബിൾ ആണ്. അപ്പോൾ ഒരു ക്യാപ്പ് ഉണ്ട്, പിന്നെ ഓൾറെഡി ഒരു നോസിൽ അറ്റാച്ച് ചെയ്ത് എക്സാമ്പിളായിട്ടാണ് അത് വരുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലായത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതെനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് അതിനുള്ളിലുള്ള ഐറ്റം. ഇനി ബാക്കിയുള്ളത്
നമ്മുടെ ഈ പൈപ്പിംഗ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. കണ്ടോ, പല ഷേപ്പിലുള്ളതുണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പല ഷേപ്സും ഉണ്ട് അതിൻ്റെ അകത്ത്. മൊത്തം നമുക്ക് 12 നോസിൽസ് ആണ് ഈ പാക്കേജിലുള്ളത്. എന്തൊക്കെ നോസിൽസ് ആണെന്ന് ഞാൻ നിങ്ങളെ ഉടനെ തന്നെ കാണിച്ചു തരാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഹോൾസ് ഇട്ട് അതിനുള്ളിലാണ് ഇത് വരുന്നത്. അപ്പോൾ തിരിച്ച് കീപ്പ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളിത് വേറെ ഏതെങ്കിലും സ്റ്റോറേജ് ബോക്സിൽ ഇട്ട് വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ സെയിം കാർട്ടിനിൽ തന്നെ സേഫായിട്ട് സൂക്ഷിക്കേണ്ടി വരും. സോ ഈ ഒരു ഷേപ്പുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം പറ്റുന്ന കുറച്ച് ഷേപ്സൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ബിഗിനേഴ്സിൽ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ ചെയ്ത് പഠിക്കാം. പിന്നീട് വേണമെങ്കിൽ റഷ്യൻ ടൈപ്പൊക്കെ നിങ്ങൾക്ക് പിന്നീട് വാങ്ങിക്കാൻ പറ്റും. സോ ഇതിൽ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പല വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി സെലക്ട് ചെയ്യാൻ പറ്റും. കുറേ ഓപ്ഷൻസ് നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ കേക്ക് ഷോപ്സിലൊക്കെ ആണെങ്കിലും കിട്ടും. നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഒരെണ്ണം വാങ്ങുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, സീ യു.